പിതാവിനും പുത്രനും പരിശുദ്ധനുമായ സ്തുതി ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, മത്തായി സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. തൻ്റെ ഭവനക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കുടിപ്പാനായി അവർക്കായി യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും വിജ്ഞനുമായ ദാസൻ ആരായിരിക്കാം? തൻ്റെ യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്മേലും അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസനോ എൻ്റെ യജമാനൻ വരുവാൻ വൈകും എന്ന ഹൃദയത്തിൽ ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങിയും മദ്യപാനികളോടുകൂടി തിന്നുകുടിക്കുകയും ചെയ്താൽ ആ ദാസൻ്റെ യജമാനൻ അവൻ വിചാരിച്ചിരിക്കാത്ത ദിവസങ്ങളിലും അറിയാത്ത സമയത്തും വന്ന് അവനെ വേർതിരിക്കുകയും അവൻ്റെ അവകാശം കപടഭക്തരോടുകൂടിയാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. തൻ്റെ ഭവനക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുപ്പാനായി യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കാം? പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തത അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ്. ഒരിക്കലൊരു മിഷണറി പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുടിക്കുവാനായി എയർ ഹോസ്റ്റസ് വൈൻ വിളമ്പി. അദ്ദേഹം അത് നിഷേധിച്ചപ്പോൾ അവരെ വീണ്ടും നിർബന്ധിക്കുകയാണ്. എയർ ഹോസ്റ്റസ് തൻ്റെ സീനിയറുടെ അടുക്കൽ ഈ കാര്യം പറഞ്ഞപ്പോൾ കുറേ കൂടെ ഭംഗിയായ അലങ്കരിച്ച പാത്രത്തിൽ ഈ പാനീയം കൊണ്ടു കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുറേ കൂടെ വിലപിടിപ്പുള്ള അലങ്കരിച്ച സ്ഫടിക പാത്രത്തിൽ ഇവർ ഈ വൈൻ വീണ്ടും കൊടുത്ത് കുടിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയി ആ പൈലറ്റിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, പൈലറ്റ് പ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് അദ്ദേഹം ഇത് സ്വീകരിക്കുകയില്ല, സ്വീകരിച്ചാൽ അത് ഇത്രയും പേരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് മാറും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു സമൂഹത്തെ നയിക്കുന്നയാളാണ്. ഈ ദുഷ്പ്രേരണയ്ക്ക് ഞാൻ വശംവദനായാൽ ഞാൻ നയിക്കുന്ന സമൂഹത്തെ അത് അപകടത്തിലേക്കാക്കും എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അറിയാം, എബ്രഹാം പിതാവിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിടുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ എബ്രഹാം അതേപടി അനുസരിക്കുവാനായിട്ട് തയ്യാറാകുകയായിരുന്നു. ഇതിലൂടെ ദൈവം വലിയ പദ്ധതി മെനയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ അതിനൊരു പശ്ചാത്തലമുണ്ട്. എബ്രഹാമിൻ്റെ പിതാവ് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ദൈവം ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം വളരെ ലാഭകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടു. വിഗ്രഹങ്ങളുണ്ടാക്കുന്ന പണി. അങ്ങനെ വിഗ്രഹങ്ങളുണ്ടാക്കി അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് എബ്രഹാമിൻ്റെ പിതാവ് ഒരു വിഗ്രഹാരാധകനായിട്ട് മാറുകയാണ്. പിതാവിൻ്റെ ജോലിയിൽ മകൻ സഹായിക്കുക എന്നുള്ളതൊരു ധർമ്മമാണല്ലോ.
അങ്ങനെ പിതാവിനെ സഹായിക്കുവാനായിട്ട് എബ്രഹാം തയ്യാറായപ്പോൾ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതായ എബ്രഹാമിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമാകുകയില്ല എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം എബ്രഹാമിനോട് നീ നിൻ്റെ ദേശത്തെ, നിൻ്റെ ചാർച്ചക്കാരെ, നിൻ്റെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് കൽപ്പിക്കുന്നത്. അങ്ങനെ എബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിക്കുവാനായിട്ട് തയ്യാറായതിലൂടെ ദൈവം എബ്രഹാം പിതാവിന് അനുഗ്രഹങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 2-3 വാക്യങ്ങളിൽ അനുഗ്രഹങ്ങളുടെ വാഗ്ദാനങ്ങൾ കൊണ്ടാണ് ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. 75 വയസ്സായ അവസ്ഥയിലാണ് എബ്രഹാമിന് വിളി ലഭിക്കുന്നത് എങ്കിൽ അതുവരെയും അവനൊരു സന്തതി ഇല്ലാത്ത അവസ്ഥയായിരുന്നു. നിരന്തരമായ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത പശ്ചാത്തലത്തിൽ ദൈവം എബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, നിന്നെ ഞാൻ ജാതികളുടെ പിതാവാക്കുമെന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കുമെന്ന്, നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ 7 അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം എബ്രഹാമിന് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, 75-ാമത്തെ വയസ്സിൽ ഇനിയൊരു കുഞ്ഞിക്കാല് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് എബ്രഹാം പിതാവ് ജാതികളുടെ പിതാവാണെന്ന് ഞാൻ പറയും. ഇന്ന് എബ്രഹാം പിതാവ് ജനതകളുടെ പിതാവാണെന്ന് ഞാൻ പറയും. ഇന്ന് ലോക ജനതകൾ എബ്രഹാമിൻ്റെ പിതൃത്വം അംഗീകരിക്കുന്നവരാണ് എന്നുള്ളൊരു വാസ്തവമാണ്. ലോക ജനതയിൽ പകുതിയോളം അടുക്ക വരുന്നതായ ക്രിസ്തീയ സഭ എബ്രഹാമിൻ്റെ പൈതൃകം അവകാശപ്പെടുന്നവരാണ്, അഭിമാനം കണ്ടെത്തുന്നവരാണ്. അതുപോലെ തന്നെ ഇസ്മായേല്യ പരമ്പരയിൽപ്പെട്ടതായ മുസ്ലിംസ് അവർ പൂർവ്വപിതാവായി എബ്രഹാമിനെ അംഗീകരിക്കുന്നു. അതുപോലെ യഹൂദവർഗം എന്ന് വേണ്ട എബ്രഹാമിൻ്റെ പിതാവ് വിഗ്രഹങ്ങളുണ്ടാക്കുന്ന വിഗ്രഹാരാധകനായിട്ട് മാറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുലത്തിലും എബ്രഹാമിൻ്റെ സന്തതികളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എബ്രഹാമിൻ്റെ വിശ്വസ്തത, അതായത് നിൻ്റെ ദേശത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ എബ്രഹാം സ്വമനസാലി അതിന് തയ്യാറായതിലൂടെ ലോക ജനതകളുടെ പിതാവാകുവാൻ തൊക്കൊണ്ടുള്ള സൗഭാഗ്യം എബ്രഹാമിന് ലഭിച്ചു. പ്രിയമുള്ളവരെയും, സന്തതികളില്ലാത്ത പശ്ചാത്തലത്തിൽ എബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. 3 വഴിപോക്കര് എബ്രഹാമിൻ്റെ മെമ്രയുടെ തോപ്പിൽ എബ്രഹാമിൻ്റെ വീട്ടുപടിക്കൽ കൂടെ യാത്ര പോവുകയാണ്. എബ്രഹാം അവരുടെ വീട്ടിൽ ഈ വഴിപോക്കരെ വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവർക്ക് അപ്പവും കാളയെ കൊന്ന് ഇറച്ചിയും കൊടുത്ത് സൽക്കരിച്ച് അവരുടെ അനുഗ്രഹം നേടുകയാണ്. പടിവൃദ്ധതയിലാണ് ഈ സംഭവമെങ്കിൽ ഈ 3 വഴിപോക്കര് അവർ 3 ദൈവദൂതന്മാരാണ് എന്നാണ് വേദശാസ്ത്രം വെളിപ്പെടുത്തുന്നത്. ദൈവം അയച്ച ത്രിത്വത്തിൻ്റെ 3 ആളത്വങ്ങളാണ് എന്നാണ് വേദശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത്. ഈ
ദൈവദൂതന്മാരെ സൽക്കരിച്ചത് മുഖാന്തരമായിട്ട് ആ ദൈവദൂതന്മാർ ഇസാക്കിനെ എബ്രഹാമിനും സാറയ്ക്കും വാഗ്ദാനം ചെയ്യുകയാണ്. അടുത്ത വർഷം അവർ ഈ വഴിയെ കടന്നു വരുമ്പോൾ അവർക്കൊരു മകനുണ്ടാകും, അവൻ ഇസാക്ക് എന്ന് പേരാകുമെന്ന് പറഞ്ഞപ്പോൾ സാറ ഊറിച്ചിരിച്ചു. ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് ചിന്തിച്ചത്. വയോവൃദ്ധയായ സാറ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളത് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവൾ ഊറിച്ചിരിച്ചു. വാസ്തവത്തിൽ ചിരി എന്നർത്ഥമുള്ള ഇസഹാക്കിനെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിനൊരു മറുവശമുണ്ട്. ഈ ദൈവദൂതന്മാർ പിന്നീട് പോയത് എബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിൻ്റെ ദേശത്തേക്കാണ്. ലോത്തിൻ്റെ ദേശത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങൾ നമുക്കറിയാം. എബ്രഹാം ഈ ദൈവദൂതന്മാരെ ദൈവതുല്യം സ്വീകരിച്ച് സൽക്കരിച്ചു എങ്കിൽ ഈ 3 ദൈവദൂതന്മാരെ അനാശാസ്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് ലോത്തിൻ്റെ ആളുകൾ ആവശ്യപ്പെടുകയാണ്. അതിലൂടെ സംഭവിച്ചെന്താ? ആ വംശത്തിൻ്റെ നാശമാണ് അവിടെ സംഭവിച്ചത്. എബ്രഹാമിൻ്റെ വംശം ഈ ദൈവത്തെ അനുസരിച്ചതിലൂടെ, ദൈവത്തെ ആദരിച്ചതിലൂടെ എബ്രഹാമിൻ്റെ വംശം ഈ ഭൂമിയിൽ നിറഞ്ഞുവെങ്കിൽ ലോത്തിൻ്റെ വംശം നാശത്തിൻ്റെ പടുകുഴിയിൽ വീഴുകയായിരുന്നു. നമുക്കറിയാം, ചാവുകടൽ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായത് ഇന്നും ഒരു നഗ്ന സത്യമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെയും, ഇതാണ് വിശ്വസ്തതയുടെ അനുഭവം എന്ന് പറയുന്നത്. ആത്മീയ രംഗത്തും വിശ്വസ്തത ഏറെ പ്രസക്തമായ ഒരു അനുഭവമാണ്. ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് അതിന് 2 മുഖങ്ങളുണ്ട്. ബാഹ്യമായൊരു മുഖം, ആന്തരികമായ മറുവശം. ഈ ബാഹ്യമായ വശം എന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ ആത്മീയത പ്രകടിപ്പിക്കുന്നതായ ഒരു അനുഭവം എന്ന് പറയും. നമുക്കറിയാം മത്തിയുടെ ഉപമ. കർത്താവ് ഇലത്തഴുപ്പുള്ളതായ ഒരു അത്തിയിൽ ബലം അന്വേഷിക്കുകയാണ്, കണ്ടെത്തുന്നില്ല. ആത്മീയത ഇന്ന് ഇലത്തഴപ്പുള്ളതായ ഒരു അത്തിവൃക്ഷം പോലെയാണ്. ബാഹ്യമായി നല്ല പ്രകടനങ്ങൾ, എന്നാൽ ഫലം കണ്ടെത്താത്തതായ അവസ്ഥ കർത്താവ് നോക്കുമ്പോൾ കർത്താവ് ബാഹ്യമായ മോടിയിലല്ല ആകൃഷ്ടനാകുന്നത്. അതിൻ്റെ ഫലമാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അപ്പോഴതിനൊരു ന്യായീകരണമുണ്ട്. ഫലമില്ലാത്ത അത്തി ഫലം പുറപ്പെടുവിക്കാത്ത കാലമായിരുന്നു എന്ന്. പലപ്പോഴും ആത്മീയതയിൽ ഫലം പുറപ്പെടുവിക്കുന്ന ചില കാലങ്ങളുണ്ട്. എന്നാൽ കാലങ്ങൾക്ക് അതീതമായി സൃഷ്ടാവ് ഫലം അന്വേഷിക്കുമ്പോൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ആത്മീയതയുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനാരായിരിക്കും. പ്രിയമുള്ളവരെയും, ഇവിടെ പറയുന്നുണ്ട്, യജമാനൻ വരുന്നത് ഉണർവോടെ കാത്തിരിക്കുന്നവനാണ് വിശ്വസ്തനായ ദാസൻ. കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ ഞങ്ങൾ 2-3 പേര് കൂടി ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു, കാലം തീരാറാകുകയാണ്. അടുത്തിടെ BBC ചാനലിൽ ഈ സൂര്യൻ്റെ ആയുസ് ഇനി പരമാവധി 15 വർഷമുള്ളൂ എന്ന് വെളിപ്പെടുത്തത് കേൾക്കാനായിട്ടിടയായി എന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറയുകയാണ്, എന്തായാലും നമ്മുടെ കാലത്ത് ഇതൊന്നും നടക്കുകയില്ല. ഇന്ന് പൊതുവേ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ളതായ ഒരു ചിന്ത ഇതാണ്, കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് സംഭവിക്കുകയില്ല എന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്.
അതുകൊണ്ട് ഇവിടെ പറയുന്നത് പോലെ യജമാനൻ വരുവാൻ വൈകുമെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങിയും മദ്യപാനികളോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ആ ദാസൻ്റെ യജമാനൻ അവൻ വിചാരിച്ചിരിക്കാത്ത ദിവസത്തിലും അറിയാത്ത സമയത്തും വന്ന് അവനെ വേർതിരിക്കുകയും അവൻ്റെ അവകാശം കപടഭക്തിക്കാരോടുകൂടെ ആക്കുകയും ചെയ്യും. അവിശ്വസ്തനായ കാര്യവിചാരകനാണ്. കർത്താവിന് വേണ്ടിയിട്ട് ഉണർവോടെ കാത്തിരിക്കുവാനായിട്ട് സാധിക്കുന്നവരാണ് വിശ്വസ്തരായ കാര്യവിചാരകൻ എന്ന് പറയുന്നത്. നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. വിശ്വസ്തരായ കാര്യവിചാരകന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. വിശ്വസ്തരായ കാര്യവിചാരകന്മാരുടെ ഗണത്തിൽപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ സംപ്രീതനാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവ് ശരിയാണ്. യോഹന്നാൻ സ്നാപകൻ മുതൽ അല്ലെങ്കിൽ പ്രവാചകന്മാർ മുതൽ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളത്. എന്നാൽ സമാഗതമായ സ്വർഗരാജ്യം 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണെങ്കിലും പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വിളി ഏത് നിമിഷവും നമ്മളിൽ സംഭവിക്കുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഇന്ന് പത്രവാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് അപകടമരണങ്ങളാണ്. വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതായ വാർത്തകളാണ് ഇന്ന് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. എത്രയോ ദാരുണമായ മരണങ്ങൾ കാണുന്നവരാ നമ്മൾ. എന്നാൽ നമുക്കൊരു ചിന്തയുണ്ട്, ഇതൊന്നും നമ്മെ ബാധിക്കുന്നതല്ല എന്ന്. എന്നാൽ ദൈവരാജ്യത്തിലേക്കുള്ളതായ വിളി ഏത് നിമിഷവും സംഭവിക്കുമെന്നുള്ളതായ ബോധ്യത്തിൽ അതിനു വേണ്ടിയിട്ട് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഞാൻ പറയും. ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ലഭിച്ചതായ ഒരു ഉൾപ്രേരണ, യാമപ്രാർത്ഥനകൾ ചിട്ടയോടെ നിഷ്ഠയോടെ നിർവഹിക്കണമെന്ന്. കാനോന നമസ്കാരങ്ങൾ, യാമപ്രാർത്ഥനകൾ ചിട്ടയോടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത യാമത്തിലെ പ്രാർത്ഥന നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന ഉറപ്പ് നമുക്കുണ്ടോ? ഈ ഒരു കാര്യം മാത്രം നാം ചിന്തിച്ചാൽ മതി. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ക്രമീകൃതമായ ഒരു രീതി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വർഷം ഈ നോമ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ വിശുദ്ധ കുമ്പസാരം, അതുപോലെ അനുതാപം, മാനസാന്തരം തുടങ്ങിയതായ അനുഭവങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ അടുത്ത വർഷം അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടുമോ എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരിക്കലും നമുക്ക് നിശ്ചയമില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് വാസ്തവത്തിൽ ഈ നോമ്പിനോടനുബന്ധിച്ച് പരിശുദ്ധ സഭ ധ്യാനത്തിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇപ്പോൾ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് അവസാനം പട്ടക്കാരൻ വിടവാങ്ങൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇനിയൊരു ബലിയർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നെനിക്ക് നിശ്ചയമില്ല. പട്ടക്കാരൻ രഹസ്യത്തിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിലും ഇപ്പോൾ ഞാനത് പരസ്യമായിട്ട് ചെല്ലുവാനായിട്ട്, ഉറക്കെ ചെല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു രഹസ്യം ജനം ബോധ്യപ്പെടണം. അടുത്ത യാമത്തിലെ പ്രാർത്ഥന നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്?
സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ഇതാണ് രക്ഷാസമയം. ഇപ്പോൾ രക്ഷയുടെ സമയം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നടക്കേണ്ടതാണ്. ഇപ്പോൾ എന്നുള്ളത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ രക്ഷാനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കേണ്ടതായ കാര്യമാണ്, മാറ്റിവെക്കേണ്ടതായ കാര്യമല്ല. മാറ്റിവെക്കുന്നത് വികലമായ ആത്മീയതയുടെ ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നടക്കേണ്ടതായ ഈ രക്ഷാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ആ ഒരു സത്യം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ സന്ദേശം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾക്കനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തനായ ദാസനായിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ വരവ് താമസിക്കുമെന്ന ചിന്ത ഒരു കാരണവശാലും ഞങ്ങളെ ബാധിക്കരുതേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.